തമിഴ്നാടാ? തമിഴ്നാട് നേര് പൊള്ളാച്ചി. ഇനി അടുത്ത് ഇവിടുന്ന് മാറിയിട്ട് ഇനി എവിടേക്ക് പോകണം? ഈ വള്ളങ്ങി വേല, കുമ്മാട്ടി, കുനിശ്ശേരി കുമ്മാട്ടി, കാവശ്ശേരി പൂരം അവിടേക്കൊന്നും വിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം കാവശ്ശേരി പൂരത്തിന് വേറെ ഇന്നലെ ഓടി, ഇന്നിപ്പോൾ ആളില്ലാത്ത കാരണം ഓടിക്കാത്ത. നാളെ കാലത്ത് 10 മുതൽ അശ്വതി കല്യാണമണ്ഡപം പാർക്കിംഗ് ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ കൂട്ടുവഴി ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സുമേഷ് ചേട്ടൻ രാവിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും വടക്കന്തറയുടെ മണ്ണിലാണ്, ശ്രീ തിരുപ്പുരാക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ. അപ്പോൾ നാളെയാണ് ഇവിടുത്തെ വലിയ വിളക്ക് വേല എന്ന് പറയുന്നത്. മാർച്ച് 8-ാം തീയതി. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മാർച്ച് 7-നാണ്. ദിവസം വന്നിട്ട് ഇന്ന് വ്യാഴാഴ്ചയാണ് കേട്ടോ. ഇന്ന് തന്നെ മറ്റൊരു ഉത്സവം കൂടിയുണ്ട്, പാലക്കാട് നാശ്ശേരി വേല ഇന്നാണ്. അപ്പോൾ നമ്മൾ ഏതായാലും അവിടേക്ക് നേരിട്ട് വന്നതാണ്. അപ്പോൾ പോകുന്ന വഴി നേരെ അവിടേക്കും പോകണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കേണ്ട. അതുപോലെ തന്നെ ബെല്ലൈക്കൻ ഓണമെന്നുണ്ട്, അതിനുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോട്ട്, അതുപോലെ തന്നെ പാലക്കാടിൻ്റെ പുറത്തോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിവിടെ ചമയം ഉണ്ട്. അത് എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ആനച്ചമയം തന്നെയാണെന്നാണ് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പോയിട്ട് അതിൻ്റെ വീഡിയോ എടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു യന്ത്ര ഊഞ്ഞാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റിനുള്ളൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അതും പോയിട്ട് വിഷ്വൽസ് പകർത്തണം. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ 9ഓളം കമ്പങ്ങളുണ്ട്. വലിയ വേല ദിവസം പുലർച്ചയ്ക്ക്, അതായത് നാളെ ശിവരാത്രി കൂടിയാണ് വലിയ വേല ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ രാത്രി 8-ാം തീയതി അല്ല 9-ാം തീയതി പുലർച്ചയ്ക്കായിരിക്കും ആ 9 കമ്പങ്ങളും കത്തിക്കുന്നത്. മനോഹരമായിട്ടുള്ള കാഴ്ചയായിരിക്കും കേട്ടോ. അതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കമ്പങ്ങൾ കാണാവുന്നതാണ്. ഓരോ കമ്പത്തിനും ഓരോ പേരുണ്ട്. അങ്ങേ അറ്റത്ത് വലിയൊരു കമ്പമുണ്ട്, അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു കമ്പം, ഏറ്റവും വലിയ കമ്പം. അമ്പലത്തിന് നേരെ മുൻപിലൊരു കമ്പമുണ്ട്. ഇത് വഴിപാടാണ് കേട്ടോ, കരിവേഷം കെട്ടിയിട്ട്. കാലത്ത് 10 മണി മുതൽ അശ്വതി കല്യാണമണ്ഡപം പാർക്കിംഗ് ഗ്രൗണ്ടിൽ ആരംഭിക്കും. അശ്വതി കല്യാണമണ്ഡപം പാർക്കിംഗ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്തൊരു മനോഹരമായിട്ടുള്ള കിണറുണ്ട്. അപ്പോൾ കിണർ ഒന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ ഉള്ളും. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും പോയിട്ട് കാണുക. അമ്പലത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിലുണ്ട്. ഈ സ്ഥലത്തിനെ പറ്റിയിട്ടുള്ളതും ഐതിഹ്യം. ദേവീപ്രീതിക്കായി നേരത്തെ വേഷപ്പെട്ടിരുന്ന വാഹനങ്ങൾ നൽകി
നമ്മുടെ അമ്പലത്തിനകത്തനായിട്ട് തൊട്ടും ബാക്കിൽ കാണുന്നത് മറ്റൊരു അമ്പലമാണ്. ഇപ്പുറത്ത് കാണുന്നതാണ് ഇവിടെ വടക്കുംതറ കാവിലമ്മയുടെ പ്രതിഷ്ഠ നേര് മുന്നിൽ. അജി ഇവിടെ ഇല്ല. മൂന്ന് വർഷത്തിനൊരിക്കൽ മാത്രം കളിച്ചു വരാറുള്ള വടക്കത്തറ ശ്രീ തിരുവിതാംകൂർ ഭഗവതി ക്ഷേത്രത്തിലെ വലിയ വിളക്ക് വേദിക്കുള്ള സംഭാവന രസീത് വാങ്ങാവുന്നതാണ്. അമ്മ നേർച്ച വേഷങ്ങളായിരുന്ന ഭക്ഷണങ്ങൾ നേർച്ചപ്പണം കൗണ്ടറടച്ച് രസീത് വാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അമ്മയും ചെല്ലാം കൗണ്ടറടച്ച് രസീത് വാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അന്നദാനത്തിലുള്ള സംഭാവനകൾ ക്ഷേത്ര അഭ്യർത്ഥിക്കുന്നു. അമ്മയും ചെല്ലാം ദേവി ചെല്ലാം. നമ്മളിത് അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. ഇവിടെയാണ് യന്ത്രകുഞ്ഞാലും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള അടിപൊളി സെറ്റപ്പ്.
തമിഴ്നാടാ? തമിഴ്നാട് നേര് പൊള്ളാച്ചി. ഇനി അടുത്ത് ഇവിടുന്ന് മാറിയിട്ട് ഇനി എവിടേക്ക് പോണ്? ഈ വള്ളങ്ങി വേല, കുമ്മാട്ടി, കുനിശ്ശേരി കുമ്മാട്ടി, കാവശ്ശേരി പൂരം അവിടേക്കൊന്നും ഇല്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം കാവശ്ശേരി പൂരത്തിന് വേറെ ഇന്നലെ ഓടി, ഇന്നിപ്പോൾ ആളില്ലാത്ത കാരണം ഓടിക്കാത്ത. ഇതിനപ്പം മറ്റേ 3 ഫേസ് വേണ്ട കറണ്ട് ജനറേറ്ററാ? നമുക്ക് പേര് കേൾക്കില്ല. പേരാണെങ്കിൽ പാക്കിയം. അമ്മ പേര് പാക്കിയം. അത് ഓണർ. ഇത് മകൻ. നീങ്ക ഫാമിലി? ഓക്കെ. അണ്ണി ആ ഓക്കെ. ഇപ്പം തമിഴ്നാട്ടിലുള്ളൊരു ഫാമിലിയാണ് പൊള്ളാച്ചിൻ്റെ അടുത്തുള്ളത്. അവർ ഉത്സവത്തിൻ്റെ അവിടെയൊക്കെ വന്നിട്ട് ഇതേപോലെ ഫാമിലിയാണ് ടോട്ടൽ. അമ്മയും മകനും അതുപോലെ തന്നെ മകളൊക്കെ ആയിട്ട് അവർ അവരുടെ വർക്കേഴ്സും കാര്യമായിട്ട് വന്നിട്ട് നേരെ ഇവിടെ സ്ഥലമൊക്കെ റെൻറ്റിനെടുത്തിട്ട് നേരെ ഒരു സെറ്റപ്പാക്കി വെച്ചിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി 14 മുതൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉത്സവമായതുകൊണ്ട് ആളുകൾ വരുന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഞാൻ ചോദിക്കുന്നത് എം ആർ വരയ്ക്കുമ്പോൾ അതുപോലെ തന്നെ കാവശ്ശേരിപ്പുറത്തിനൊക്കെ അവിടെ നിന്ന് 2 ദിവസത്തെ കാര്യമല്ലോ, അല്ലെങ്കിൽ തിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു 3 ദിവസം അത്രയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഇത്രയും വലിയൊരു സെറ്റപ്പ് ആയിട്ട് കഴിഞ്ഞാൽ അവർക്ക് മുതലാവില്ല. അല്ല നമ്മുടെ വർക്കേഴ്സൊക്കെ ഭായിമാരാണ്, നോർത്ത് ഇന്ത്യൻസൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആക്കുകയാണ്. ഇപ്പോൾ വലിയ വിളക്ക് വേല ദിവസത്തെ ഗംഭീരമായിട്ടുള്ള പരിപാടി, പഞ്ചവാദ്യ മാന എഴുന്നള്ളിപ്പ് കാലത്ത് മുതൽ ഗംഭീര പരിപാടിയാണ്. രാത്രി അതുപോലെ തന്നെ ശിവരാത്രി ആയതുകൊണ്ട് ഏതായാലും നല്ല സപ്പോർട്ട് തരിക. മാക്സിമം നമ്മുടെ വീഡിയോസ് പാലക്കാടിന് പുറത്തോട്ട് ഗൾഫ് കൺട്രീസിലുള്ളവർക്ക് പ്രത്യേകിച്ച് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളതൊക്കെ വളരെയധികം മിസ് ചെയ്യുന്നത് അവരാണ്. നമ്മളും കുറച്ച് കാലം അവിടെ ആയിരുന്നുകൊണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ MR വേറെയും അതുപോലെ തന്നെ ഈ പൂരങ്ങളൊക്കെ ഒരുപാട് മിസ് ചെയ്തതാണ്. തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.